നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷത്തെ പുരസ്കാരങ്ങൾ IFFHS ഈയിടെയായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. നമുക്കറിയാം, ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. കഴിഞ്ഞ കലണ്ടർ വർഷത്തിൽ 54 ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഏതായാലും ഇതിന് പിന്നാലെ IFFHS തങ്ങളുടെ ഏറ്റവും മികച്ച 11 കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച 11 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞ വർഷത്തെ ടോപ്പ് സ്കോററായ ഇവരുടെ തന്നെ ടോപ്പ് സ്കോറർക്കുള്ള പുരസ്കാരം നേടിയ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഈ ഒരു 11-ൽ സ്ഥാനം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം ലയണൽ മെസ്സിക്ക് അവർ ഈ ഒരു 11-ൽ സ്ഥാനം നൽകിയിട്ടുണ്ട്. നമുക്ക് 11 ഒന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ബ്രസീലിയൻ താരമായ എഡേഴ്സൺ ആണ് വരുന്നത്. പ്രതിരോധ നിരയിൽ 3 താരങ്ങളെയാണ് ഇവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അൽഫോൺസോ ഡേവിസ് വരുന്നു, അതുപോലെ തന്നെ കിം മിൻ ജെ വരുന്നു, അതുപോലെ തന്നെ പോർച്ചുഗീസ് സൂപ്പർ താരമായ റൂബൻ ഡയസ് കൂടി ഇപ്പോൾ പ്രതിരോധത്തിൽ വരുന്നു. മധ്യനിരയിൽ 4 താരങ്ങളെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് ബെൽജിയൻ സൂപ്പർ താരമായ കെവിൻ ഡിബ്രൂയിനെയാണ്. അതുപോലെ തന്നെ റയലിൻ്റെ ഇംഗ്ലീഷ് താരമായ ജൂഡ് ബെല്ലിംഗ്ഹാം ഇപ്പോൾ ഏറ്റവും മികച്ച താരങ്ങളുടെ 11-ൽ ഇടം നേടിയിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്പാനിഷ് സൂപ്പർ താരമായ റോഡ്രി കൂടി മധ്യനിരയിൽ വരുന്നു. അതോടൊപ്പമാണ് ലയണൽ മെസ്സി ഇപ്പോൾ വരുന്നത്. ഇന്റർ മയാമിക്ക് വേണ്ടിയാണ് മെസ്സി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നേറ്റ നിരയിൽ 3 ഗോൾ യന്ത്രങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല. ഏർലിംഗ് ഹാലൻഡ് വരുന്നു, അതുപോലെ തന്നെ കിലിയൻ എംബപ്പെ വരുന്നു, ഹാരി കെയ്ൻ വരുന്നു. ഇങ്ങനെ 3 മികച്ച താരങ്ങളാണ് മുന്നേറ്റ നിരയിൽ ഉള്ളത്. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇടമില്ല എന്നുള്ളത് തീർച്ചയായും ആരാധകരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.